ഒരു നല്ല സ്ത്രീയോ ഒരു നല്ല പുരുഷനെയോ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം? 6 കൂട്ടം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു നല്ല സ്ത്രീയിലും ഒരു നല്ല പുരുഷനിലും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, അവർ മേൻ ഓഫ് വേർഡ്സ്, വാക്ക് പാലിക്കുന്നവരായിരിക്കും. ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയാൻ അവർക്ക് സാധിക്കില്ല. മേൻ ഓഫ് അക്കൗണ്ടബിലിറ്റി, അവർ ദൈവത്തോടും മനുഷ്യരോടും കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരായിരിക്കും. അവർ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരോടും ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുടെ മുൻപിൽ ഞാൻ ഇത് കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധം അവരെ ഭരിക്കും. ഒന്നും മറച്ചു വെച്ച് അവർക്ക് ചെയ്യാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ബോധമുണ്ടായിരിക്കും. അതിനുള്ള വ്യക്തമായിട്ടുള്ള വ്യക്തതയുണ്ടായിരിക്കും. അതിനുള്ള ഒരു കണക്കുണ്ടായിരിക്കും. അടുത്തത് മേൻ ഓഫ് ഇൻറ്റഗ്രിറ്റിയാണ്. വിശ്വസ്തത ആയിരിക്കുക, എല്ലാത്തിനും വിശ്വസ്തരായിരിക്കുക, സത്യസന്ധമായിരിക്കുക. ഇത് അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും, വിശ്വസ്തരായിരിക്കുക എന്നുള്ളത്. എന്ത് കാര്യത്തിനും വിശ്വസ്തത പാലിക്കുന്ന ഒരു മനോഭാവം അവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. 4ാമത്തെ കാര്യം, മേൻ ഓഫ് മൊറാലിറ്റി. അവരുടെ മോറൽ ലൈഫ് അല്ലെങ്കിൽ സെക്സ്വൽ പ്യൂരിറ്റി കീപ്പ് ചെയ്യുന്നവരായിരിക്കും. ഒരു ഭാര്യയുമായിട്ട് ജീവിക്കുന്നതാണെങ്കിൽ ആ ഭാര്യയുമായിട്ട് ജീവിക്കുന്ന, ഭർത്താവുമായിട്ട് ജീവിക്കുന്നതാണെങ്കിൽ ഭർത്താവുമായിട്ട് ജീവിക്കുന്ന അവരോട് ആത്മാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ കൂറുമുള്ളവരായിരിക്കും. അവരെ ചതിക്കുന്നതിലോ വഞ്ചിക്കുന്നതിലോ അവരുടെ മനസ്സാക്ഷി ഒരിക്കലും അവരെ അനുവദിക്കത്തില്ല. 5ാമത്തെ കാര്യം, നന്നായി സ്നേഹിക്കുന്നവരും ദയാലുക്കളുമായിരിക്കും, അനുകമ്പയുള്ളവരായിരിക്കും. സ്നേഹിക്കാനുള്ള നല്ലൊരു കഴിവുള്ളവരായിരിക്കും അവർ. 6ാമത്തെ കാര്യം, അവർ സത്യവും നീതിയും പാലിക്കുന്നവരായിരിക്കും. ഒരിക്കലും കപടതയ്ക്കോ വഞ്ചനയ്ക്കോ ചതിവിനോ അവർ കൂട്ടുനിൽക്കുന്നവരായിരിക്കില്ല. ഈ 6 കൂട്ടം കാര്യങ്ങളാണ് ഒരു നല്ല സ്ത്രീയിലും പുരുഷനിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥ ദൈവത്തെ അറിയുന്ന മനുഷ്യർക്ക് കൂടുതലുണ്ടാകുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം, മനുഷ്യരുടെ മുമ്പിലും വിശ്വസ്തനായിരിക്കണം എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളായതുകൊണ്ട് ദൈവത്തെ കൂടുതൽ അറിയുന്ന ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് ഈ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തവർ കാപട്യമുള്ള കപടവിശ്വാസികളാണെന്നാണ് ഞാൻ പറയുക. ദാറ്റ്സ് ഓൾ.